ഏകദേശം 20,000-ൽ താഴെ രൂപ. ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ലക്ഷങ്ങളുടെ വിലയുള്ള ആ ഒരു ചെറിയ തുക. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ വില എത്രയാണ് എന്ന് അറിയാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഒരു അർഹതയുമില്ലാത്ത കറങ്ങുന്ന കസേലയിൽ നിന്ന് ആജ്ഞാപിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മുമ്പിലാണ് ആ മനുഷ്യൻ്റെ ഈ ദയനീയ കഥ കാണിച്ചു തന്നത്. സംഭവം പുറത്തായപ്പോൾ അദ്ദേഹം ഡ്രങ്കണാണ് എന്നും അപമര്യാദയായിട്ട് പെരുമാറിയതാണ് എന്നും പറഞ്ഞ് ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വരുന്ന നാണം കെട്ട ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാകാൻ കഴിഞ്ഞ ഒരു ബാങ്കും അതിലെ ഉദ്യോഗസ്ഥരും. ഒരൊറ്റ കാര്യം പറയട്ടെ, ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട കർഷകൻ്റെ മുമ്പിൽ ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾ വീമ്പ് പറയുന്ന ആ ഒരു ചെറിയ കഷ്ണം കടലാസ്, അത് കഴിഞ്ഞാൽ ഒരു ഉപയോഗവുമില്ലാത്ത ആ ഒരു കടലാസ് ആ രൂപയ്ക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, എവിടുന്ന് കിട്ടും, എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്ത് ആ മനുഷ്യനെ സഹായിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ അതില്ലാതെ പോയി. മാനേജറും സ്റ്റാഫും ഒഴികെ ബാക്കി എല്ലാവരും ചെരുപ്പ് പുറത്തഴിച്ചു വെച്ച് വേണം ബാങ്കിൻ്റെ ഉള്ളിലേക്ക് കടക്കണം എന്ന് ആജ്ഞാപിക്കുന്ന ചില ബാങ്ക് ഉദ്യോഗസ്ഥരോട് പറയട്ടെ, മലയാളികളിൽ ചില മനുഷ്യർക്ക് മനസ്സിലാകും നിങ്ങളുടെ നയം എന്താണ് എന്നുള്ളത്. കറങ്ങുന്ന കസേരയിലിരുന്ന് ഒരു യോഗ്യതയുമില്ലാതെ ഇത്തരത്തിലുള്ള പാവപ്പെട്ട മനുഷ്യൻ്റെ മേലിൽ കുതിര കയറുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ആ ബാങ്കിൻ്റെ ധാർഷ്ട്യവും പാവപ്പെട്ടവൻ്റെ അറിവ് നിഷേധവും ആ വൃദ്ധൻ്റെ മടിയില്ലായ്മയും ഫാഷിസത്തിൻ്റെ തണലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ ആ മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ടുള്ള ആ അസ്ഥികൂടത്തിലൂടെ വായിച്ചെടുക്കാൻ മലയാളികളായിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും കഴിയും എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യന് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത ഒരുപാട് ഉദ്യോഗസ്ഥർ നഴ്സറി കുട്ടികളെപ്പോലെ ടാഗുമിട്ട് റോട്ടിലിടങ്ങുന്നത് മാത്രം വലിയ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പാഠമാവണം ഡിജിറ്റൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, 100 അല്ല 200 അല്ല 1000കണക്കിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും അരങ്ങേറിയാലും അതിനെതിരെ ഒന്ന് ശബ്ദമുയർത്താൻ, അല്ലെങ്കിൽ അവരിൽ അടുത്ത തലമുറയ്ക്കെങ്കിലും ഒരു വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കില്ല. കാരണം അത് തന്നെയാണ് ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് നിങ്ങൾക്കറിയുന്ന കാര്യമാണ്.